ആരെ കൊല്ലണമെന്നറിയാതെ അലറി വിളിച്ച് നടന്ന അക്രമി. ചെന്താമര എന്ന പേരു കേട്ടാൽ തന്നെ നാട്ടുകാർക്ക് ഭയമായിരുന്നു. ഒരു ദുസ്വപ്നം പോലെയാണ് പാലക്കാട് പോത്തുണ്ടിയിലെ ജനങ്ങൾ ആ ദുരിത കഥ ഓർക്കുന്നത്. ഇരട്ട കൊലപാതകത്തിന് ശേഷം കുറ്റബോധം ലെവലേശമില്ലാതെ ചെന്താമര വീണ്ടും പുറത്തിറങ്ങുമോ എന്ന് അവർ ഭയക്കുന്നുണ്ട്. എന്നാൽ ചെന്താമരയ്ക്ക് എന്തോ ഒരു മനമാറ്റം. താൻ ചെയ്തത് തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞ ആ കൊടും കുറ്റവാളി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണമെന്നില്ലെന്ന് തുറന്നു പറഞ്ഞാണ് കോടതിയിൽ രഹസ്യമൊഴി നൽകാൻ എത്തിയത്. എന്നാൽ അഭിഭാഷകനെ കണ്ടതോടെ അയാൾ പ്ലേറ്റ് മാറ്റി. കുറ്റസമ്മതമൊഴി നൽകാൻ താൻ തയ്യാറല്ലെന്നായിരുന്നു പിന്നീട് ചെന്താമരയുടെ പ്രതികരണം. ഇക്കഴിഞ്ഞ ജനുവരി 27-നായിരുന്നു പോത്തുണ്ടിയിൽ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത്. അയൽവാസി കൂടിയായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര നിഷ്കരുണം വെട്ടി നുറുക്കി. കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ കഴുത്തറുത്തു കൊന്നതും ഇതേ ചെന്താമര തന്നെ. ഇത്തവണ പിടിക്കപ്പെട്ടപ്പോൾ ചെയ്ത തെറ്റെല്ലാം ഏറ്റുപറയാൻ ചെന്താമര തയ്യാറായി. താൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നുവെന്നും രക്ഷപ്പെടാൻ ആഗ്രഹമില്ലെന്നുമാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താനെത്തിയപ്പോൾ ഈ കൊടും ക്രിമിനൽ പറഞ്ഞത്. എന്നാൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് മുന്നോടിയായി അഭിഭാഷകനോട് സംസാരിക്കാൻ അവസരം ലഭിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. കുറ്റസമ്മതമൊഴി നൽകാൻ തയ്യാറല്ലെന്ന് അഭിഭാഷകനോട് സംസാരിച്ചതിനു ശേഷം ചെന്താമര നിലപാട് മാറ്റി. ചെന്താമര കുറ്റം സമ്മതിച്ചിട്ടില്ലെന്നും ഇതുവരെ പ്രതിക്ക് നിയമോപദേശം ലഭിച്ചിരുന്നില്ലെന്നും അഭിഭാഷകൻ ജേക്കബ് മാത്യു മാധ്യമങ്ങളോട് പറഞ്ഞു. കുറ്റസമ്മതം നടത്തിയാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് താൻ പ്രതിയെ പറഞ്ഞു മനസ്സിലാക്കിയെന്നും പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനനുസരിച്ച് വിചാരണ നേരിടുമെന്നും ജേക്കബ് മാത്യു പ്രതികരിച്ചു. ചെന്താമരയ്ക്ക് ശരിയായ നിയമോപദേശം ആദ്യം ലഭിച്ചിരുന്നില്ല. കുറ്റസമ്മതം നടത്തിയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റം സമ്മതിച്ചിട്ടില്ല. ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് എന്താണ്? ഇനി പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം ഫയൽ ചെയ്തതിനു ശേഷം വിചാരണ നടപടികളായിട്ട് മുന്നോട്ട് പോകും. പ്രതി അനുവദിക്കുകയാണെങ്കിൽ, പ്രതി എങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ പോലീസിന് കൊടുക്കാം. മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ നിയമോപദേശം നേടിയതിനു ശേഷമാണ് അദ്ദേഹം നിലപാട് മാറ്റിയത്. അതെ. അദ്ദേഹത്തിന് കുറ്റസമ്മതത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് മുമ്പ് അറിയുമായിരുന്നില്ല. അക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറ്റം സമ്മതിക്കുന്നില്ല. ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘമാണ് പാലക്കാട് CJM കോടതിയെ സമീപിച്ചത്. അപേക്ഷ പരിഗണിച്ച കോടതി രഹസ്യമൊഴി എടുക്കാൻ ഉത്തരവിട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്താമരയെ അന്വേഷണ സംഘം ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. ഇന്നലെ ചെന്താമരയെ ചിറ്റൂർ കോടതിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് തിരികെ കൊണ്ടുപോയിരുന്നു. ഒരു ദിവസം വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ പ്രത്യേക സെല്ലിൽ നിരീക്ഷിച്ച ശേഷം മൊഴി രേഖപ്പെടുത്താമെന്നായിരുന്നു കോടതി എടുത്ത നിലപാട്. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ സജിതയും പുഷ്പയുമാണെന്നായിരുന്നു ചെന്താമരയുടെ വിശ്വാസം. ഇരുവരും കൂടോത്രം നടത്തിയാണ് ഭാര്യ തന്നിൽ നിന്ന് അകലാൻ കാരണമെന്നും ഇയാൾ വിശ്വസിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയായിരുന്നു സുധാകരനെയും ലക്ഷ്മിയെയും ചെന്താമര കൊന്നത്. ഇരട്ടക്കൊലയ്ക്ക് ശേഷം ഇയാൾ കാട്ടിലേക്ക് കടന്നിരുന്നു. 29-ന് പുലർച്ചെയാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ന്യൂസ് 18 പാലക്കാട്.